വലിയൊരു പരീക്ഷണം തയ്യാറാവുക കേട്ടോ. ഇന്നത്തെ പരീക്ഷണം എന്ന് വെച്ചാൽ ഹലുവ ഉണ്ടാക്കാൻ പോവാം. ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കുഞ്ഞു പൈനാപ്പിൾ കേട്ടോ. അതിന് നല്ല മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഈ വൃത്തിയൊക്കെ വെച്ചിട്ട് പൈനാപ്പിളിൻ്റെ ജ്യൂസ് അറിയാം കേട്ടോ. നമുക്കൊന്ന് അടിച്ചെടുക്കാം. അടിച്ച് വൃത്തിയെടുത്ത് ജ്യൂസ് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനിവിടെ 2 കപ്പ് കോൺഫ്ലവറാണ് എടുക്കുന്നത്. കോൺഫ്ലവർ 2 കപ്പ് നല്ലതുപോലെ എടുത്ത് ഈ ജ്യൂസിനകത്തോട്ടിട്ട് നല്ലപോലെ കലക്കുക. നല്ലപോലെ ഒരു തരി കഷ്ണം പോലും ഇല്ലാതെ നല്ലപോലെ കലക്കിയെടുക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്കിത് കൂടുതൽ കലക്കാതിരുന്ന് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കും. കലക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിലോട്ട് 1 കപ്പ് വെള്ളവും കൂടി ചേർക്കണം. വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ കലക്കണം. ഇവിടെ എടുത്തേക്കുന്നത് 2 കപ്പ് കോൺഫ്ലവറിന് 1 കപ്പ് പഞ്ചസാര എന്ന അളവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം, ഇല്ലെങ്കിൽ കൂട്ടാം. കാരണം പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ചാണ് നമുക്ക് പഞ്ചസാര എടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇച്ചിരി കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ 1 കപ്പിൽ നിന്ന് ഇച്ചിരി കുറച്ചിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് നല്ല രീതിയിലുള്ള മധുരം തോന്നിയിട്ടുണ്ട്. അപ്പോൾ മധുരം അനുസരിച്ച് നിങ്ങൾ ഷുഗർ ആഡ് ചെയ്യണേ. ഈ ഒരു കപ്പ് ഷുഗർ എടുത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല രീതിക്ക് അത് കുറുകി ഇച്ചിരി ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് കലക്കി വെച്ചേക്കുന്ന കോൺഫ്ലവർ പൈനാപ്പിൾ മിക്സ് ഉണ്ടല്ലോ, നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ കുറുകി വരുമ്പോഴത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ വേണം നമുക്കിത് ഉണ്ടാക്കാൻ. കാരണം ഒരുപാട് സമയം ചൂട് നല്ല രീതിക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയം എടുത്തുകൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ. അപ്പം ഷുഗർ സിറപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് അടികട്ടിയുള്ള പാത്രങ്ങൾ വേണം എടുക്കുക. ഞാൻ ചീനിച്ചട്ടി എടുക്കുന്നത്. അപ്പോൾ ചീനിച്ചട്ടിക്കകത്ത് നല്ലൊരു പരുവമാകുമ്പോൾ ഈ ഒരു പരുവമാകുമ്പോഴത്തേക്ക് നിങ്ങൾ നെയ്യൊക്കെ ചേർത്ത് നോക്കും. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഒരു കുറുകി നല്ല രീതിക്ക് ഒന്ന് വരുമ്പോഴത്തേക്ക് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കണം. എനിക്ക് നെയ്യ് ഇത് ചേർക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ ഈ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട്. എനിക്ക് അതിൻ്റേതായ ലിമിറ്റേഷൻസ് വന്നിട്ടുണ്ട്. ഞാനതൊന്ന് ആഡ് ചെയ്യുന്നതൊന്നും ചേർക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇത് നല്ല ഇളക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പരിപാടി കേട്ടോ. ഇളക്കാൻ നിങ്ങൾ വേണമെങ്കിൽ 2-3 ആളെ കൂടെ വിളിച്ചോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒറ്റയ്ക്ക് ഇളക്കാൻ പ്രാണിയുണ്ടെങ്കിൽ നിങ്ങൾ നിന്ന് ഇളക്കിക്കോളൂ, കുഴപ്പമില്ല. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ല ഇളക്ക് നമ്മൾ വിട്ട് പോലെ ഇല്ലെങ്കിൽ അടി പിടിക്കുമായിരിക്കും ചിലപ്പോൾ. നല്ലപോലെ കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഹൽവയ്ക്ക് ഇളക്കലാണല്ലോ മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ ഇളക്കോടെ ഇളക്കന്നെ. ഇനി അല്പം നട്ട്സൊക്കെ ചേർക്കുന്ന സമയമാണ്. അപ്പോൾ നട്ട്സ് ചേർത്ത് കൊടുക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ബദാമുണ്ടെങ്കിലോ ഒക്കെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് ഈ പംകിൻ സീഡ് എടുത്ത് ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുമൊക്കെ ചേർത്ത് കൊടുക്കുക. ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയല്ലോ, ഞാനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് എന്നെക്കൊണ്ട് എല്ലാം കൂടി അങ്ങോട്ട് പാടായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ ഈ ട്രൈപ്പോഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ നല്ല രീതിയിൽ നെയ്യിൽ ചേർത്ത് കൊടുക്കണം. നല്ല രീതിക്ക് നമ്മളത്തെ പാത്രം മുഴുവൻ എടുത്ത് കമ്മത്തണ്ട, കുറച്ചും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കണം. ഒരു 2-3 സ്പൂണോളം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നല്ലപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരണം. എൻ്റെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നില്ല. കാരണം ഈ പാത്രത്തിന് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ വിട്ട് വരും. നേരത്തെ എൻ്റെ കയ്യിൽ ഈ ട്രേ അങ്ങനെയുള്ള സാധനങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ചായ ഇടുന്ന പാത്രത്തിലായിട്ടാണ് മാറ്റുന്നത്. ഒരു ഓവർനൈറ്റ് ഇരിക്കട്ടെ അതുപോലെ. എന്നിട്ട് നമുക്ക് രാവിലെ എടുത്ത് നോക്കാം. കണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് ഞാൻ ഇതിനകത്ത് ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം എനിക്കതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് കണ്ടോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി, നല്ല രസമുണ്ട്. ഞാൻ കഴിച്ചു നോക്കിയതാണ്. അടിപൊളി.